നിശ്ചയമായും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ അദ്ദേഹം NSS ആസ്ഥാനത്ത് നടത്തുന്ന പ്രസംഗം എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ള പ്രസംഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 2011 ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായി വരണമെന്നായിരുന്നു KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചിരുന്നത്. പല കാരണങ്ങളാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അത് തടസ്സപ്പെടുത്തിയത്. അന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് എനിക്കൊരു അഭിമുഖം തന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിലാണ് ആ വാക്ക് അദ്ദേഹം ആദ്യമായി പ്രയോഗിക്കുന്നത്, എന്നെ ഒരു നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നിങ്ങോട്ടേക്ക് NSSുമായുള്ള ബന്ധം നന്നായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് രമേശ് ചെന്നിത്തലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ NSSുമായുള്ള ബന്ധമാണെന്ന് അദ്ദേഹം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എപ്പോഴും ഒരു മൃദുഹിന്ദുത്വ നേതാവായി കാണുന്നു, NSSൻ്റെ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവായി കാണുന്നു. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? സ്വാഭാവികമായും മറ്റ് ഘടകകക്ഷികൾക്ക്, UDFലെ ഘടകകക്ഷികൾക്ക് അദ്ദേഹത്തെ ഒരു സംശയത്തോടെ നോക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ മറികടന്നാൽ മാത്രമേ അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളിൽ തനിക്ക് മുന്നോട്ട് വരാൻ കഴിയൂ എന്ന് രമേശ് ചെന്നിത്തല മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്ത് NSSുമായി ഡിസ്റ്റൻസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കകത്ത് ആ നേതാവ്, അത് പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രിയായാലും പാർലമെൻ്ററി പാർട്ടിയാണ് അതിനെ തിരഞ്ഞെടുക്കുക, തീരുമാനിക്കുക. പക്ഷേ അപ്പോഴും അക്കാര്യത്തിലൊക്കെ ഘടകകക്ഷികൾക്ക് ഒരു സ്വാധീനമുണ്ട്. അവർക്ക് കൂടി താല്പര്യമുള്ള ഒരാളായിരിക്കും UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഇപ്പോൾ K കരുണാകരൻ്റെ കാര്യത്തിനകത്താണെങ്കിലും AK ആന്റണിയുടെ കാര്യത്തിനകത്താണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിനകത്താണെങ്കിലും അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരാണ്. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു ബഡ്ഡിംഗ് ലീഡറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ഇമേജ് വന്നപ്പോൾ പലപ്പോഴും ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രമേശ് ചെന്നിത്തലയുമായി ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രമേശ് NSSുമായുള്ള ഈ പറയുന്ന ബാന്ധവം ഇങ്ങനെ തുടർന്നാൽ തനിക്ക് ഗുണകരമാകില്ല എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒരു ഉദാഹരണം പറയാം. 1995 K കരുണാകരൻ ഈ ISRO ചാരക്കേസിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നുണ്ട്. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കരുണാകരനെ പുറത്താക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട വലിയൊരു വിവാദമായിരുന്നു ISRO ചാരക്കേസ്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എയുടെ ക്യാമ്പിൽ നിന്ന്, ആന്റണി കോൺഗ്രസിൽ നിന്ന് പ്ലാൻ ചെയ്യപ്പെട്ടൊരു കാര്യവുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കരുണാകരനെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന I ഗ്രൂപ്പൊക്കെ പാർട്ടിയിൽ അതിശക്തമായിരുന്നു. എങ്ങനെയാണ് ആ അട്ടിമറി നടന്നത്? അന്ന് ലീഗിൻ്റെ നേതാക്കളെയും കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെയും, എന്തിനേറെ CMPയുടെ നേതാവായിരുന്ന MV രാഘവനെ അടക്കം അന്ന് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ പ്രസിഡന്റുമായിരുന്ന നരസിംഹറാവുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അണിനിരത്തിക്കൊണ്ടുമാണ് കരുണാകരനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള സമ്മർദ്ദം പലപ്പോഴും UDFൻ്റെ തീരുമാനങ്ങളെ നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? ഈ പറയുന്ന നായർ ബന്ധം, നായർ ബ്രാൻഡ് എന്ന് പറയുന്നത് തനിക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിസ്റ്റൻസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ശക്തമായ ഗ്രൂപ്പ് കോൺഗ്രസിനകത്തില്ല, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലില്ല. രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. തുടർഭരണം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തുടർഭരണം സംഭവിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് VD സതീശനാണ് വരുന്നത്. അതോടുകൂടി തന്നെ ഈ പറയുന്ന രമേശ് നേതൃത്വം കൊടുത്തിരിക്കുന്ന I ഗ്രൂപ്പ് ഛിന്നഭിന്നമായി പോവുകയാണ് ചെയ്തത്. എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു സവിശേഷം എന്ന് പറയുന്നത് ഈ അധികാരമുള്ളിടത്തേക്കാണല്ലോ പല നേതാക്കളും ഒട്ടിച്ചേർന്ന് നിൽക്കുക. ആ അർത്ഥത്തിൽ കുറേയൊക്കെ അപ്രസക്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താൻ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ചെന്നിത്തല പലതരത്തിലുള്ള പിന്തുണകൾ പുറത്തുനിന്ന് ആർജിച്ച് കരുത്തനാകാൻ ശ്രമിക്കുന്നു. അതിലെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ NSSുമായിട്ടുള്ള ഈ പറയുന്ന ഈ പരിപാടിയാണ്. ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? NSSനെ അദ്ദേഹം രാജ്യത്ത് തന്നെ ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡായി പ്രഖ്യാപിച്ചു. ആ വാക്ക് വളരെ പ്രധാനമാണ്. കാരണം ഈ ബ്രാൻഡാണല്ലോ പ്രശ്നം. എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഡിസ്റ്റൻസ് ചെയ്ത്. ഇപ്രാവശ്യം അദ്ദേഹം NSSനെ ബ്രാൻഡ് ചെയ്തു. എങ്ങനെ ബ്രാൻഡ് ചെയ്തു? ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡാണ് NSS എന്ന് പറയുന്നു. അപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി തിരിച്ചെന്താ പറയുന്നത്? NSSൻ്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു. ഒരു തിരുത്തൽ വരുത്തിയെന്ന് പറയുന്നു. എന്താണ് ഈ തിരുത്തൽ? യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു തിരുത്തൽ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ തിരുത്തൽ വരുത്തിയത് യഥാർത്ഥത്തിൽ സമുദായാചനായ മന്നത്ത് പത്മനാഭനാണ്, അദ്ദേഹത്തിൻ്റെ പ്രേരണയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ തിരുത്തൽ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായെന്നതാണ്, രമേശ് ചെന്നിത്തലയായിട്ടൊരു അകലമുണ്ടായത് NSS തിരുത്തുന്നു, NSSുമായ ഒരു അകലമുണ്ടായത് രമേശ് ചെന്നിത്തല തിരുത്തുന്നു. ഈ ഇക്വേഷൻ ഇപ്പോൾ വളരെ ശരിയായി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പം പ്രധാനപ്പെട്ട 2 ഹിന്ദു വിഭാഗങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നത് എന്താണ്? അടുത്ത 4-ാം തീയതിയും 12-ാം തീയതിയും ലീഗിൻ്റെ 11-ാം തീയതിയും ലീഗിൻ്റെ പേട്രണേജിലുള്ള 2 സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായിട്ട് ചെല്ലുന്നു. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ജാമിയ നോറിയ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അത് 4-ാം തീയതിയാണ് ആ സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങളാണ്. അപ്പോൾ നോക്കൂ, രമേശ് എന്താ ചെയ്യുന്നത്? രമേശ് പാർട്ടിക്കകത്തിപ്പോൾ തനിക്കൊരു ശക്തിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം
പുറത്തുനിന്ന് പിന്തുണ സമാഹരിക്കുന്നു. അങ്ങനെ ലീഗിൻ്റെ പിന്തുണയുണ്ടാകുന്നു, SNDPയുടെ പിന്തുണയുണ്ടാകുന്നു, NSSൻ്റെ പിന്തുണയുണ്ടാകുന്നു. സ്വാഭാവികമായും അതൊരു സന്ദേശമാണ് രമേശ് ചെന്നിത്തല പാർട്ടിക്കകത്ത് നൽകുന്നത്. എന്താണത്? തൻ്റെ പിന്നിൽ നിന്ന് നടന്നു പോയവർ, തന്നെ വിട്ടുപോയവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. കാരണം ഞാൻ ഈ പുറത്തുനിന്നുള്ള പിന്തുണയുടെ ശക്തി ആർജിച്ചുകൊണ്ട് അകത്തൊരു കളിക്ക് തയ്യാറെടുക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ഓപ്പണായി പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യത്തെ ദിവസമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനും ശക്തമായ അലയിളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആഭ്യന്തര സമവാക്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. ഇനി ഏകപക്ഷീയമായിരിക്കത്തില്ല. നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് VD സതീശൻ പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായിട്ടും അടുത്ത നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരം കിട്ടിയാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുന്ന ഒരു പരിപാടിയാണല്ലോ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങൾ വളരെ വിരളമാണ്, ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം VD സതീശൻ മാത്രമല്ല കണ്ടസ്റ്റന്റ്, അവിടേക്ക് രമേശ് ചെന്നിത്തലയും വരുന്നു. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണയും പാർട്ടിക്കകത്തുനിന്ന് ഒരു ശക്തമായ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അപ്പോൾ കണ്ടസ്റ്റൻസ് 2ആയി. ഇനിയിപ്പോൾ KC വേണുഗോപാലും ഒട്ടും മോശക്കാരനല്ല, അദ്ദേഹം കേന്ദ്രത്തിൽ നീക്കങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും വേണമെങ്കിൽ എൻട്രി ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് K. സുധാകരൻ ഒരു പ്രധാനപ്പെട്ട ആളായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് K. സുധാകരൻ ഇനി അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തിനേറെ ശശി തരൂരും K. മുരളീധരനും ഒക്കെ ഇത് തന്നെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന 3 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരിക്കുന്നു. അതൊന്ന് KC വേണുഗോപാലിൻ്റെതാണ്, 2 VD സതീശൻ്റെതാണ്, 3 രമേശ് ചെന്നിത്തലയുടേതാണ്. രമേശ് ചെന്നിത്തല അതിശക്തമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് എന്താ പറയുക 2026 ലക്ഷ്യമിട്ട് 2026 മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നല്ല രീതിയിൽ കരുനീക്കങ്ങൾ നടത്തുന്നു, മുന്നോട്ട് പോകുന്നു. അതിനാവശ്യമായ എല്ലാ തന്ത്രങ്ങളും മെനയുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഈ വിഭാഗങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ മൂവ്മെൻറ്റുകളെല്ലാം വഴിവെക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അടുത്തൊരു വർഷം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ധാരാളം വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിശ്ചയമായും 26 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തിലെ ആദ്യത്തേതും ഏറ്റവും സുപ്രധാനവുമായ ചുവടുവെപ്പാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Meet the editors.